പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂരിൽ പേരൂരിൽ തിരി തെളിയുന്ന ദിവസം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 10 മണിക്ക് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. 24 വേദികളുണ്ട്, 5 ദിവസം. ഇനി കേരളത്തിന്റെ കൗമാര പ്രതിഭകളുടെ മത്സരാവേശമാണ്. അതും നമ്മുടെ ഈ സാംസ്കാരിക തലസ്ഥാനത്ത്. കലോത്സവ വിശേഷങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ന്യൂസ് മലയാളം ടീമും അവിടെ റെഡിയാണ്. ഭാവന പൂക്കുന്ന കലോത്സവ നഗരിയിലേക്ക് നമുക്കും പോകാം. ഹലോ മലയാളം ദേ ആ കലോത്സവ നഗരിയിലേക്ക് പോവുകയാണ്. അവിടെ സൈഫുനീസ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സൈഫ് മാത്രമല്ല, നമ്മുടെ ശ്രീരാജും ലിജോയും അതേപോലെ ലെവിൻ കെ വിജയനും നിഖിലും ഒക്കെ ഉണ്ട്. നമ്മുടെ ടീം മുഴുവനുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പേര് വിട്ടുപോയോ? നമുക്ക് നോക്കാം ആരൊക്കെയാണ് അവിടെ ഉള്ളതെന്ന്. സൈഫു ആൻഡ് ടീം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഭാവന പൂക്കുന്ന കാലത്ത് ആ നഗരിയിലാണ് എല്ലാവരും. ഇനിയിപ്പം ഭാവന ഉണരാൻ വലിയ സമയമില്ല, നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ ഭാവന ഉണർന്നു കഴിഞ്ഞോ? ഫുൾ സെറ്റാണോ? എന്താണ് കലോത്സവ നഗരിയിലെ വിശേഷങ്ങൾ? സേതു, വെരി ഗുഡ് മോർണിംഗ്. ഭാവന അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് 1ാം വേദിയിലാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന ആകർഷണമായ 1ാം വേദിയായ സൂര്യകാന്തിയിലാണുള്ളത്. നമുക്കപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടീമിനെ പരിചയപ്പെടുത്തണം. അതിന് മുമ്പ് ആദ്യം തന്നെ നമ്മുടെ മന്ത്രി കെ രാജൻ, തൃശ്ശൂരിന്റെ സ്വന്തം മന്ത്രി, തൃശ്ശൂരിന്റെ സ്വന്തം കെ രാജനുണ്ട്. മിനിസ്റ്ററെ, തൃശ്ശൂരിലേക്ക് കലോത്സവം വരുമ്പോൾ തറവാട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തിയ പോലെ ഒരു പ്രതീതിയാണ്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട്? വളരെ ആകാശത്തോളം സന്തോഷമാണ്. കാരണം 64ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് പൂരനഗരിയിലേക്ക് 10,000കണക്കിന് മനുഷ്യർ എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. ഒരു ദിവസം 1 ലക്ഷത്തോളം പേർ കാണികളും പങ്കാളികളും ബന്ധുക്കളും കുടുംബങ്ങളും പക്കമേളക്കാരും ഉദ്യോഗസ്ഥന്മാരും നിങ്ങൾ മാധ്യമ പ്രവർത്തകരും ഒക്കെ ആയിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരുക്കങ്ങൾ നടന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നടക്കുന്ന ഈ കലോത്സവത്തിൻ്റെ ഒരു ശ്രദ്ധേയമായ പ്രത്യേകതകളായി എനിക്ക് തോന്നിയത്, ഒന്ന്, ഒരു ഉത്തരവാദിത്ത കലോത്സവം എന്നൊരു ആശയത്തിലേക്ക് നമ്മുടെ ഈ കലോത്സവത്തിന് പോകാൻ പറ്റിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 6ാമത്തെ തവണയാണ് കലോത്സവം തൃശ്ശൂരിലേക്ക് വരുന്നത്. 6 തവണകളിലും അഭിമാനകരമായിട്ടുള്ള അത്ഭുതങ്ങളുണ്ടായിരുന്നു. ഇത്തവണയും അതുണ്ടാകും. നമ്മൾ ഏതാനും സമയം കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേധാവി പതാക ഉയർത്താൻ പോകുന്ന ഒരു പതാക മരത്തിൻ്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പതാകയ്ക്ക് തന്നെ കൺസെപ്റ്റ് മാറി. സാധാരണ ഒരു പതാകയിൽ, ഒരു സാധാരണ കൊടിമരത്തിൽ ഉയർത്തുന്ന പതാകയിൽ നിന്ന് വിഭിന്നമായി 64ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമുള്ള ഒരു പതാക ആണ് ഇപ്പോൾ ഉയർത്താൻ പോകുന്നത്. 100 കണക്കിന് ചിലങ്കകൾ, കുട്ടികളുടെ മനസ്സുപോലെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സൂര്യകാന്തി വേദിയിലാണ്. 25 വേദികൾക്കും പൂക്കളുടെ പേരാണ്. വ്യത്യസ്ത നിറങ്ങളും വ്യത്യസ്ത സ്വഭാവങ്ങളും ഗന്ധങ്ങളും ഒക്കെയുള്ള പൂക്കൾ. അപ്പം മക്കൾ ചിലത് പഠിക്കും ഇതോടുകൂടി. ഇവിടെ ഇനി ഏതാനും സമയം കഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളം അക്ഷരാർത്ഥത്തിൽ പകർത്തിയിടുന്ന വിധത്തിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള പാണ്ടിമേളം കേട്ടിട്ടുണ്ടോ? നേരത്തെ ഇലഞ്ഞിത്തറ മേളം കേട്ടിട്ടുണ്ട്. പാണ്ടിമേളം, സാധാരണ ഇലഞ്ഞിത്തറ മേളം ഇലഞ്ഞിത്തറയ്ക്ക് താഴെ നടക്കുകയാണെങ്കിലും പാണ്ടിയാണ് അതിലെ പ്രധാനപ്പെട്ട സംഗീതം. അപ്പോൾ പാണ്ടി കുട്ടികൾക്ക് കേൾക്കാൻ ഒരു ഇലഞ്ഞിത്തറ മേളത്തിൻ്റെ ആവിഷ്കാരം പോലെ ഇവിടെ വെച്ച് തന്നെ, അതും 2 പ്രഗത്ഭരായിട്ടുള്ള കിഴക്കൂട്ടനിയന്മാരും ചെറുശ്ശേരി കുട്ടന്മാരും, 2 അമ്പലങ്ങളുടെ, പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ മേളപ്രമാണിമാർ 2 പേരും കൂടി അങ്ങനെ ഒരു മേളം അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. അവർ 2 പേരും 1 മണിക്കൂറോളം നേരം ഈ കുഞ്ഞുങ്ങളെ അതിഗംഭീരമാക്കും. കുട കാണാം കുട്ടികൾക്ക്, 64 കുട തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകതയാണ് കുടമാറ്റത്തിൻ്റെ. ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് പൂരമില്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു കലോത്സവത്തിനേക്കാൾ ഒരു കലാപൂരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പ്. പൂരം കണ്ടു തുടങ്ങി കലോത്സവത്തിലേക്ക് കടക്കാമെന്നുള്ളൊരു കൺസെപ്റ്റാണല്ലേ? പൂരവും കാണാം, ഇന്നലെ പുലിക്കളി കണ്ടു കുട്ടികൾ, ഇനി അവസാനത്തിലും പുലിക്കളി കാണാം. തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട പൂരവും പുലിക്കളിയും ഒക്കെ ഇടവിട്ട് വരാവുന്ന വിധത്തിൽ കലോത്സവത്തെ സമ്പന്നമാക്കാവുന്ന ഗംഭീരമായ അനുഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണല്ലോ അല്ലേ? ഈ വിദ്യാർത്ഥികളെല്ലാം വരവേറ്റ് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെല്ലാം ഇന്നലെ മുതൽ വന്നു തുടങ്ങി. ഭക്ഷണപ്പരയിൽ പോയിട്ടാണ് ഞാനും കളക്ടറും വരുന്നത്. ഇവിടെ പ്രധാന വേദികളിലെല്ലാം ഇന്നലെ പാതിരാത്രി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ തൃശ്ശൂർ ഒരു ത്രില്ലിലാണ്. വരാൻ പോകുന്ന ഓരോ കലോത്സവങ്ങളും അസാമാന്യങ്ങളായിട്ടുള്ള ഒരുപാട് പ്രതിഭകളെ തയ്യാറാക്കിയിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള പി ജയേന്ദ്രൻ 1958 നടന്ന 2ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അന്ന് മൃദംഗത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും 1ാം സ്ഥാനവും ലളിതഗാനത്തിൽ യേശുദാസിൻ്റെ ഭാഗമായി 2ാം സ്ഥാനവും കിട്ടിയ ഒരു പ്രതിഭ. അദ്ദേഹം തന്നെ പറയുന്നത് അവിടെ നിന്നാണ് എൻ്റെ
തുടക്കം എന്നാണ്. അങ്ങനെ ഒരുപാട് പ്രതിഭകൾ 64 കലോത്സവം കേരളത്തിന് സമ്മാനിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ചിത്രം കാണുകയും ചെയ്തു, ഇവരൊക്കെ ഒന്നിച്ച് വേദിയിലിരിക്കുന്ന ഒരു ചിത്രം കാണുകയും ചെയ്തു. കളക്ടർ, ഏഷ്യയിൽ തന്നെ ഇത് കാണാൻ കഴിയില്ല, ഇത് കേരളത്തിൽ വന്നാലേ കാണാൻ കഴിയുള്ളൂ, ഇപ്പോൾ ഇത് തൃശ്ശൂർ വന്നാലേ കാണാൻ കഴിയുള്ളൂ. എത്രത്തോളം സന്തോഷത്തോടെയാണ് ഇതിനെ വരവേൽക്കുന്നത്? വളരെ സന്തോഷമുണ്ട് തൃശ്ശൂരിൽ നടക്കുന്നത്. ആ നടക്കുന്ന സമയത്ത് നമ്മൾ ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും വളരെ സന്തോഷം. ആക്ച്വലി മുന്നേ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ല, കണ്ടിട്ടുമില്ല, കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് കാണുന്നതും ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാകുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ എല്ലാവിധ ഒരുക്കങ്ങളും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സ്ഥലത്തും നോക്കിയിട്ട് എന്തെങ്കിലും ചെറിയ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമായാലും ഓരോ വെന്യൂസിൻ്റെ കാര്യമായാലും ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ പോകുമ്പോഴത്തേക്ക് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ വരുന്നവർക്ക് നല്ലൊരു അനുഭവം. സ്പോട്ടിലുള്ള പരാതികൾ അപ്പോൾ തന്നെ തീർത്തു പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. അതെ, നമ്മൾ ഇന്നലെയായിരുന്നു, ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആ ഒരു ട്രാക്കിലോട്ടാവും. ഇന്നലെ തന്നെ ഓരോ സ്ഥലവും നടന്ന് എല്ലാവരുമായിട്ടും മിനിസ്റ്റേഴ്സും എല്ലാവരുമായിട്ട് നടന്നിട്ട് ഓരോ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്നെ പരിഹരിച്ച്. ഇപ്പോൾ ഫുഡാണെങ്കിൽ ഇപ്പോൾ അവിടെ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. അത് എല്ലാം ഒരു പരാതി ഇല്ലാത്ത രീതിക്ക് നടക്കുന്ന രീതിക്കാണ് നമ്മൾ ജില്ലാ ഭരണകൂടം എല്ലാവരുമായിട്ട് ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായും താങ്ക് യു കളക്ടർ.